എല്ലാവർക്കും സുഖമല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ കുറേ നാളായി പോസ്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നത്. എന്തെന്ന് പറഞ്ഞെങ്കിൽ ഈ ഒരു വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 15 ഡേയ്സായി. അപ്പോൾ ഇത് ഞാൻ ജാനുവരി മന്ത് ഫുള്ള് എടുക്കാതെ തന്നെ, കാരണം എനിക്ക് കാലിന് ചെറിയൊരു ഇഷ്യൂ വന്നിട്ട് തീരെ വയ്യായിരുന്നു. അപ്പോൾ ഇത് എടുക്കാൻ പറ്റുന്ന സ്ഥിതിയിലായിരുന്നു. സോ ജാനുവരി തീർന്നാലെന്താ, ഫെബ്രുവരി ഈസ് ഓൾസോ എ ന്യൂ ഇയർ എന്ന് പറഞ്ഞിട്ട് ഇടാൻ വിചാരിച്ച ഒരു വീഡിയോ ആയിരുന്നു ഇത്. പക്ഷേ ഫെബ്രുവരി 20 വരെ എത്തുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്തായാലും ഇപ്പോൾ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. എന്താണെന്ന് ഏകദേശം മനസ്സിലായി കാണും. ബുജു ആൻഡ് പ്ലാനർ DIY ചെയ്തിട്ട് ഉണ്ടാക്കാനാണ് വിചാരിച്ചത്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് ഭയങ്കര ഈസിയാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഭയങ്കര ടഫാണ്. ടഫ് എന്ന് വെച്ചാൽ ഇതിനകത്ത് ട്രാക്കർ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ട്രാക്കർ ഭയങ്കര ടഫാണ് ഉണ്ടാക്കാൻ. ഏകദേശം എനിക്ക് ഈ 15 ഡേയ്സ് എടുത്തത്. ഒന്നാമത്തെ റീസൺ ഇത് ഭയങ്കര ലാഗ് അടിച്ച് ചെയ്ത ഒരു കാര്യമാണ്. രണ്ടാമത്തെ റീസൺ ഇതിലെല്ലാം DIY ആണ്. അതാ എൻ്റെ ചാനലിൻ്റെ ലോഗോ, നെയിം എല്ലാം ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു പ്ലാനറാണ്. സോ ഇറ്റ് വിൽ ബി എ വെരി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമായിരിക്കും എനിക്ക്. കാരണം അത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണ്. ഈ ഒരു ഫ്ലവേഴ്സും സ്റ്റാർസും ഒക്കെ ഞാൻ DIY ചെയ്തതാണ്. ആദ്യം തന്നെ ഞാനൊരു കവർ പേജ് പോലെ എൻ്റെ ലോഗോവും പേരൊക്കെ വെച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ കാലണ്ടർ വന്നപ്പം എനിക്ക് ചെറുതായിട്ട് സ്പെല്ലിങ് തെറ്റിയിട്ടുണ്ട്, ഒന്ന് ക്ഷമിച്ച് വിട്ടേക്ക്. അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് അവസാനം എല്ലാം കൊളായി. ഞാൻ കീറി കഴിഞ്ഞ് വേറൊരു കാലണ്ടറാണ് അവസാനം സെറ്റ് ചെയ്തത്. അത് ഞാൻ പിന്നെ എടുത്തിട്ടില്ല, ഓൾറെഡി ഇത് എടുത്തിട്ടുണ്ടല്ലോ. അപ്പം ഇതേ രീതിയിലാണ് ചെയ്തിട്ടുള്ളത്, ജസ്റ്റ് കുറച്ച് മാറ്റേ വരുത്തിയിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ നമ്പേഴ്സൊക്കെ എഴുതി കൊടുത്ത്, നമ്പേഴ്സ് എഴുതുമ്പം പ്രത്യേകം ശ്രദ്ധിക്കുക. എന്താണെന്ന് വെച്ചാൽ കാലണ്ടർ എടുത്ത് തന്നെ എഴുതാൻ നോക്കുക. ചെറിയ രീതിയിൽ ചെരിവൊക്കെ കാണും, കാരണം നമ്മൾ DIY ചെയ്യുമ്പം അതിൻ്റെ ഭംഗി അറിയണമെങ്കിൽ നമ്മൾ അത് നല്ല റോ ആയിട്ട് തന്നെ ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് പേജാണ് ഇൻസ് ആൻഡ് ഔട്ട്സ്. അതായത് എനിക്ക് 2026 എൻ്റെ ലൈഫിൽ ചെയ്യേണ്ട കാര്യവും ലൈഫിൽ നിന്ന് പുറത്താക്കേണ്ട കാര്യം, കുറേ കാര്യങ്ങളുണ്ടാവും. എല്ലാവരുടെ ലൈഫിലുണ്ടാവും. കാരണം ഇങ്ങനത്തെ ഒരു കാര്യം എവിടെയെങ്കിലും, ഇതിപ്പം ഇങ്ങനെ ചെയ്യുന്നില്ലെങ്കിലും എവിടെയെങ്കിലും ഒരു ഡയറിയിലോ അല്ലെങ്കിൽ ഒരു നോട്ട്ബുക്കിലോ എഴുതി വെക്കുന്നത് ബെറ്റർ ആയിരിക്കും. കാരണം ഇടയ്ക്കിടയ്ക്ക് അത് എടുത്തു നോക്കുമ്പം നമ്മൾ വിചാരിക്കും, ഇത് നമ്മൾ പുറത്താക്കേണ്ട കാര്യമാണ്, ഇത് ഇന്നാക്കേണ്ട കാര്യമാണ്. അപ്പോൾ ആ ഒരു പേജുണ്ട്. നെക്സ്റ്റാണ്, ഞാൻ ഒരു ഡ്രാമ പേഴ്സണാണ് കേട്ടോ. ഞാൻ ഡ്രാമ കാണും, അതുപോലെ തന്നെ ഫിലിപ്പിൻ ഡ്രാമ കാണാറുണ്ട്. അപ്പോൾ ഈ വാച്ച് ടു വാച്ച് എന്ന് പറയുന്ന ഈ ഒരു വാച്ച് ചെയ്യാനുള്ളത് ഓൾറെഡി വാച്ച് ചെയ്ത ഡ്രാമ ആണ് ഞാൻ ഈ ഒരു പേജിൽ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഞാൻ DIY ചെയ്തതാണ്. നെക്സ്റ്റാണ് ഗോൾസ് ഓഫ് 2026. നമുക്ക് എല്ലാവർക്കും കുറേ ഗോൾസ് ഉണ്ടാവും. അപ്പോൾ എനിക്കുണ്ട് കുറച്ച് ഗോൾസ്. അപ്പോൾ ഈ ഗോൾസൊക്കെ ഞാൻ ഒരു പേജ് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഗോൾസ് ഓഫ് 2026 സിമ്പിളായിട്ട് ചെയ്തു. നെക്സ്റ്റാണ് ഫേവറേറ്റ് ഓഫ് 2026. അതായത് നമുക്ക് ഇപ്പം ഓരോരോ ഇയറിൽ ഓരോരോ ഫേവറേറ്റ്സ് ഉണ്ടാവും. ചിലപ്പം പിന്നീട് അത് ആലോചിക്കുമ്പം നമുക്ക് മറന്നു. അപ്പം ഈ മറന്നു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ജേർണൽസിലും അതുപോലെ തന്നെ പ്ലാനേഴ്സിലൊക്കെ എഴുതി വെക്കുന്നത്. അപ്പം നമുക്ക് കുറേ ഇയേഴ്സ് കഴിയുമ്പം ഈ ഒരു ഇയറിൽ നമുക്ക് ഈ ഒരു കാര്യം ഫേവറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ടെന്നൊക്കെ നമുക്ക് കാണുമ്പം ഒരു മെമ്മറിയാണ്. ദാറ്റ്സ് ഓൾ. അപ്പോൾ ഒരു ഫേവറേറ്റ് പേജ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെയാണ് ഞാൻ ഈ പറഞ്ഞ ട്രാക്കേഴ്സ്. ഇത് ഏകദേശം 9 പേജ് ഞാനിങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലൈനൊക്കെ കൃത്യം മന്ത്സിൻ്റെയും ഡേറ്റിൻ്റെയൊക്കെ കൃത്യം നോക്കിയിട്ട് ലൈനിടാം. പിന്നെ ഭയങ്കര കഷ്ടവും എവിടെയെങ്കിലും തെറ്റിപ്പോയാൽ. അപ്പോൾ ഇങ്ങനെ ലൈന് ചെയ്തിട്ട് എൻ്റെ കൈൻ്റെ ഒരുപാട് വരെ പോയിട്ടുണ്ട്. അത്രയും ഡെഡിക്കേഷനോടുകൂടി ചെയ്ത ഒരു പ്ലാനറാണിത്. സോ ഇറ്റ് വിൽ ബി വെരി പേഴ്സണൽ ടു മീ. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് തന്നെ റേറ്റ് മൈ ഡേ എന്ന് പറഞ്ഞിട്ട് ഇതിൽ ഞാൻ അറിയാതെ മൂഡ് ട്രാക്കറിൻ്റെ ഒരു കീവേഡ്സ് ആയിപ്പോയി എഴുതിയത്. സോ ഞാൻ വിചാരിച്ചു, ഓക്കെ, മൂഡ് ട്രാക്കർ ഒഴിവാക്കാം, ഇത് തന്നെ നമുക്ക് മതി.
പിന്നെ ഒരു കാര്യം, ഞാൻ ജാനുവരി മൊത്തം നണ്ണാണ് കൊടുക്കുന്നത്. കാരണം ജാനുവരി മൊത്തം എനിക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഫുള്ളും ഒരു എന്താ പറയുക, ഫുള്ള് ഭയങ്കര സാഡ് ഡേയ്സ് ആയിരുന്നു. എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയാത്തൊരവസ്ഥയായിരുന്നു. സോ ജാനുവരി ഞാൻ കംപ്ലീറ്റ്ലി വിട്ടു. എൻ്റെ ഇത് സ്റ്റാർട്ടായത് ഫെബ്രുവരി 2nd വീക്ക് മുതലാണ്. സോ അത് മുതലായിരിക്കും ഞാൻ കൃത്യമായിട്ടെല്ലാം എഴുതുന്നത്. നെക്സ്റ്റാണ് നമ്മുടെ സ്ലീപ്പ് ട്രാക്കർ. ഇതെനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഒരു കാര്യം, നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയ കാര്യം മാത്രം ട്രാക്കറിൽ ഇൻക്ലൂഡ് ചെയ്താൽ മതി. കാരണം ആവശ്യമില്ലാത്തതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമുക്ക് ഒരു ഉപകാരവും ഉണ്ടാവില്ല. അപ്പോൾ എനിക്കിത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. കാരണം എനിക്ക് ഉറക്കം രാത്രി ഭയങ്കര ലേറ്റായിട്ടും രാവിലെ കുറച്ചും ലേറ്റായിട്ടാണ് എനിക്കറിയാം. കാരണം ഏകദേശം 5 hours കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത് എനിക്ക് ശരിയാക്കണം എന്നുള്ളതുകൊണ്ട് എനിക്ക് അത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. നെക്സ്റ്റാണ് എക്സസൈസ് ട്രാക്കർ. ഇത് ജാനുവരി മന്തിൽ കൂട്ടാൻ കൂടി പറ്റില്ല. ജാനുവരിയിൽ മാത്രമല്ല ഫെബ്രുവരിയിലും എനിക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റില്ല, കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. സോ അത് ഏകദേശം മാർച്ചൊക്കെ ആകുമ്പം സെറ്റ് ചെയ്യും. പിന്നെ നെക്സ്റ്റാണ് വാട്ടർ ട്രാക്കർ. ഇതും എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഞാൻ ഭയങ്കര വെള്ളം കുടിക്കുന്നത് കുറവാണ്, അതും സെറ്റ് ചെയ്യണം. നെക്സ്റ്റാണ് സ്ട്രെസ് ട്രാക്കർ. ഇതെൻ്റെ കൂടെപ്പിറപ്പാണ്. അതുകൊണ്ട് ഇത് കുറക്കണോ കൂട്ടണോ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുന്നതാണ്. സോ ഈ ഒരു ട്രാക്കർ വെച്ചിട്ട് ഇൻഷാ അല്ലാഹ് ഞാൻ കുറക്കുന്നുണ്ട്. നെക്സ്റ്റാണ് ഹെൽത്ത് ട്രാക്കർ. ഇത് എനിക്ക് വേണ്ടതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഞാൻ ഭയങ്കര അൺഹെൽത്തി ആയിട്ടുള്ളൊരു പേഴ്സണാണ്. അതായത് എനിക്ക് എപ്പോഴും സിക്ക് അങ്ങനെ എന്തെങ്കിലും വന്നു പോകും. അപ്പോൾ അതൊന്ന് ശരിയാക്കണം. നെക്സ്റ്റാണ് സ്കിൻ കെയർ. ഇത് ആവശ്യമുണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, എന്നാൽ ഇല്ലേന്ന് വെച്ചാൽ ഇല്ല. അങ്ങനത്തെ ഒരു ടൈപ്പിലാണ് എൻ്റെ ലൈഫിൽ. ഏകദേശം ഇതെല്ലാം ആവശ്യമുള്ളതാണ് കേട്ടോ. എൻ്റെ ലൈഫിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. നെക്സ്റ്റാണ് സലാഡ് ട്രാക്കർ. ഇതും എനിക്ക് ആവശ്യമുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. സോ ഞാൻ ഇൻക്ലൂഡ് ചെയ്യും. നെക്സ്റ്റ് പേജാണ് നമ്മൾ ഈ ഒരു 2026 നമ്മൾ എന്തൊക്കെ അച്ചീവ്മെൻറ്റ്സ് കിട്ടിയിട്ടുണ്ടെന്നുള്ള ഒരു, അതായത് മന്ത്സിൽ ഓരോരോ അച്ചീവ്മെൻറ്റ്സ് എഴുതി വെക്കാമെന്ന് വിചാരിച്ചു. ഓരോന്നല്ല, ആ മന്തിൽ എന്തൊക്കെ കിട്ടി അതൊക്കെ ഞാൻ എഴുതി വെക്കും. അതിപ്പോൾ ചെറിയ കാര്യമായാലും ഞാൻ എഴുതി വെക്കും. നെക്സ്റ്റാണ് നമ്മുടെ യൂട്യൂബ് ജേർണി. അതായത് യൂട്യൂബിൽ ഏതൊക്കെ, അതായത് 500, 1000 ഇതൊക്കെ സബ്സ്ക്രൈബേഴ്സ് ഏതൊക്കെ ഡേ ആയി എന്നുള്ള ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നൊരു പേജാണിത്. അപ്പോൾ ഏകദേശം ഞാൻ കുറച്ച് കോളംസും ഒക്കെ വരച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് പോയിൻറ്റ്സൊക്കെ എഴുതിയിട്ടുണ്ട്, എനിക്ക് എന്താ ഫീൽ ചെയ്യുന്നതെന്നൊക്കെ എഴുതാൻ. നെക്സ്റ്റാണ് നമ്മളെ ലൈഫിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, വിഷ് ലിസ്റ്റ്. ഈ വിഷ് ലിസ്റ്റ് ഇല്ലാത്ത ആൾക്കാരുണ്ടാവില്ല അല്ലേ? അപ്പോൾ അതാ ഞാൻ ഈ 2 ടൈപ്പ് ചെയ്തിട്ടുണ്ട്, നീഡും വാണ്ടും. നീഡെന്ന് വെച്ചാൽ അത്യാവശ്യമായിട്ടുള്ളത്, വാണ്ടെന്ന് വെച്ചാൽ ആഗ്രഹമുള്ളത്. അപ്പോൾ ഇത് രണ്ടും ഞാൻ ഏകദേശം ഫില്ല് ചെയ്യും. നെക്സ്റ്റാണ് ഫിനാൻസ്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മുടെ ഒരു ഇയർത്തെ സേവിങ്സും എക്സ്പെൻസും എല്ലാം നമുക്ക് നോട്ട് ചെയ്തിട്ട് അതിന് ചേഞ്ചസ് ഒക്കെ വരുത്താൻ പറ്റും. സോ ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ലൈഫ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇതൊക്കെ ഇപ്പോഴേ മാനേജ് ചെയ്താലേ നമുക്ക് ഫ്യൂച്ചറിൽ നല്ല രീതിയിൽ എക്സ്പെൻസൊക്കെ, സേവിങ്സും എക്സ്പെൻസും രണ്ടും നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏകദേശം എല്ലാ പേജസും എൻ്റേതായ രീതിയിൽ എസ്തെറ്റിക്കലി ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. സംഭവം ഫുള്ള് DIY ആണ്, അതുകൊണ്ട് അതിൻ്റേതായ കുറച്ച് ഇത് ഉണ്ടാവും. നെക്സ്റ്റ് വണ്ണാണ് ബുക്ക് ലോഗ്. ഞാൻ ബുക്ക് പേഴ്സൺ ആണോ എന്ന് ചോദിച്ചാൽ ആണ്, എന്നാൽ അല്ലേന്ന് ചോദിച്ചാൽ അല്ല. ഒരു കാലത്ത് ഇപ്പം ഒരു മന്ത് ഭയങ്കര ബുക്ക് വായിക്കും, പിന്നെ ബുക്ക് വായിക്കുന്നത് ഏകദേശം 3 മാസമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും. അങ്ങനെയാണ് എൻ്റെ ഒരു റൊട്ടീൻ. സോ അത് ഓക്കെ ഇൻക്ലൂഡ് ആക്കാമെന്ന് വിചാരിച്ചു. നെക്സ്റ്റാണ് ഫീലിങ്സ് ഓഫ് മന്ത്. ഇത് നമ്മുടെ ഓരോരോ മന്തിൽ നമ്മളെങ്ങനെ ഉണ്ടായിരുന്നു എന്ന് എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്തതാണ്. അപ്പം ഇപ്പം നമ്മൾ എന്താ പറയുക, ഓരോരോ മന്ത് നമുക്കിപ്പം സാഡാണോ ഹാപ്പി ആണോ ഒക്കെ ഒന്ന് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഫീലിങ്സ് ഓഫ് മന്ത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് അടിപൊളിയായിട്ട് നമ്മളെ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നത് ഇങ്ങനത്തെ ജേർണൽസും പ്ലാനേഴ്സൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് നമ്മളെ കാര്യം എഴുതുമ്പം നമ്മൾ വിചാരിക്കും നമ്മൾ ഇങ്ങനെയാണല്ലേ, അതങ്ങനെ അന്ന് അങ്ങനെ ചെയ്തു അല്ലേ, ഇങ്ങനെയൊക്കെ ആലോചിക്കുമ്പം ഒരു മെമ്മറിയാണ് അല്ലേ. സോ ഈ ഒരു ഫീലിങ്സ് ഓഫ് മന്ത്
ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഇത് ഇങ്ങനെ പെന്നുകൊണ്ട് വരച്ചുകൊണ്ട് എനിക്ക് പണി കിട്ടി. കാരണം ബുക്ക് ലോഗിലും അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് സൈഡും നല്ല രീതിയിൽ സ്റ്റെയിൻ ആയിട്ടുണ്ട്. സോ ബുക്ക് ലോഗ് അവസാനം ഞാൻ ഒരു പേപ്പർ വെച്ചിട്ട് കവർ ചെയ്തു. സോ അതിൻ്റെ അകത്ത് എഴുതാമെന്ന് വിചാരിച്ചിട്ട് ഒരു പേപ്പർ വെച്ചിട്ട് കവർ ചെയ്തു. നെക്സ്റ്റ് പേജിൽ ഞാൻ ബെസ്റ്റ് ഓഫ് 2026 ഒരു A4 ഷീറ്റ് വെച്ചിട്ട് അങ്ങനെ കവർ ചെയ്തു. സോ ഈ ഈ ഫീലിങ്സ് ഓഫ് മന്ത് ഇത് ഞാൻ അത്യാവശ്യം നല്ല പൂക്കളൊക്കെ വിരിയിച്ച് വിട്ടിട്ടുണ്ട്. കാരണം ഈ ഒരു പേജ് കാണുമ്പം നമുക്ക് ഒരു പോസിറ്റീവ്നെസ് വരണമെന്ന് ഉണ്ട്. കാരണം നമുക്ക് എല്ലാ മന്തും ഒരുപോലെ ആവത്തില്ല. കാരണം നമ്മുടെ ലൈഫ് ഡിഫറെൻ്റ് ആണല്ലേ. സോ ഏകദേശം അധിക മന്തും ഹാപ്പി ആക്കാൻ നോക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ ജാനുവരി മന്ത് അത്യാവശ്യം നല്ല സാഡായിരുന്നു. ഫെബ്രുവരി കുഴപ്പമില്ലാണ്ട് പോകുന്നു. അപ്പം അതിനൊക്കെ ഫീലിങ്സ് ഞാൻ എഴുതാമെന്ന് വിചാരിച്ചു. സോ ഇതൊക്കെ ഞാൻ ഫില്ല് ചെയ്യുന്നത് ഞാൻ നല്ല പേഴ്സണൽ ടൈം, അതായത് എനിക്ക് ഭയങ്കര പേഴ്സണലായിട്ട് കിട്ടുന്ന കുറച്ച് ടൈമിലായിരിക്കും. കാരണം ആ ഒരു ടൈമിൽ എനിക്ക് ചിന്തിക്കാനൊക്കെ വരുള്ളൂ. അപ്പോൾ ഇതൊന്നും ഞാൻ വീഡിയോയിൽ ഫില്ല് ചെയ്തിട്ട് കാണിക്കുന്നില്ല. കാരണം ഇതൊക്കെ എൻ്റെ പേഴ്സണൽ കാര്യങ്ങളാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങളും ട്രൈ ചെയ്തിട്ട് എന്തായാലും ഒരു ബുക്ക് സിമ്പിളായിട്ട് ഇങ്ങനെയൊന്നും ചെയ്യണമെന്നില്ല. ജസ്റ്റ് ഒരു നിങ്ങൾക്ക് ആവശ്യമുള്ള ട്രാക്കേഴ്സും ഇതൊക്കെ വെച്ചിട്ട് സിമ്പിളായിട്ട് ചെയ്ത് നോക്കാം. എന്തും, അതായത് പ്ലാനേഴ്സൊന്നും വാങ്ങാൻ കാശില്ലാത്ത ആൾ കുറേ പേരുണ്ടാവും. ഇപ്പം ഞാനും പ്ലാനേഴ്സൊക്കെ ഇപ്പം വാങ്ങേണ്ട ഒരു സിറ്റുവേഷനിലല്ല. കാരണം അതൊക്കെ വാങ്ങണമെങ്കിൽ ഞാൻ ആദ്യം വിചാരിച്ചത് അതൊക്കെ ഭയങ്കര കുറച്ച് കൂടുതലാണെന്ന്. കാരണം പ്ലാനേഴ്സൊന്നും ആവശ്യമില്ല. പക്ഷേ ഇപ്പം എനിക്ക് മനസ്സിലായി ആവശ്യമുണ്ട്. പക്ഷെ ഇപ്പം ഞാനത് വേണ്ടാന്ന് വെച്ചു. ഇങ്ങനെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് പ്ലാനർ ഇങ്ങനെ ആയിക്കോട്ടെ. നെക്സ്റ്റ് പേജാണ് ബെസ്റ്റ് ഓഫ് 2026. ഇതിൽ നമ്മൾ 2026 നടന്ന ബെസ്റ്റ് കാര്യങ്ങളാണ് എഴുതി വെക്കുന്നത്. സോ ഇതിൽ അത്യാവശ്യ കാര്യങ്ങൾ എഴുതാൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരണം ഫസ്റ്റ് മന്ത് തന്നെ പോയി ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഞാൻ വിട്ടു. കാരണം ചെറിയ നേട്ടങ്ങൾ ഞാൻ ഫസ്റ്റ് മന്തിൽ നേടിയിട്ടുണ്ട്. കാരണം എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ള കുറച്ച് സാധനങ്ങൾ ഞാൻ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് എനിക്ക് ഭയങ്കര സന്തോഷം നൽകിയിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റാണ് റിമൈൻഡർ ഫോർ ഹാർഡ് ഡേയ്സ്. ഈ ഹാർഡ് ഡേയ്സ് എന്ന് പറയുന്നത് എപ്പോഴും ഉണ്ടാകത്തില്ല, എപ്പോഴെങ്കിലും ഒരുക്കം വന്നിട്ട് പോകുന്നതാണ് സംഭവം. അപ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് കുറച്ച് റിമൈൻഡേഴ്സ് എഴുതാമെന്ന് വിചാരിച്ചു. നെക്സ്റ്റാണ് ലെറ്റർ ടു സെൽഫ്. ഇത് ഈ ഒരു ലെറ്റർ നല്ല ഡീപ്പായിട്ട് എഴുതാമെന്ന് വിചാരിക്കുന്നു. സോ ഈ ഒരു ലെറ്റർ ഞാൻ ഓപ്പൺ ചെയ്യുന്നത് December 31st, 2026 സോ ഇറ്റ് വിൽ ബി വെരി അമേസിങ് ടു റീഡ് ദിസ് ലെറ്റർ. സോ ഇതെനിക്ക് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം കുറേ പേര് ചെയ്ത് കണ്ടിട്ടുണ്ട്, കുറേ പേര് അതിൻ്റെ റിവ്യൂ പറഞ്ഞിട്ടുണ്ട്. സോ ഞാൻ ഓപ്പൺ ഓൺ December 31st എഴുതിയിട്ട് നമ്മുടെ ബുജോ ആൻഡ് പ്ലാന് സെറ്റായിട്ട്